الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും വസാലിഹുൽ അഅ്മാൽ വകുല്ലു ആം വഅൻതും ബിഖൈർ. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലെ ഈദുൽ ഫിത്തറിന്റെ ആശംസകൾ നേരുന്നതോടൊപ്പം വിശുദ്ധ റമദാനിനോട് നമ്മൾ യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഒരു ഇന്ന് രാവിലെ ഈദിന്റെ ഖുത്ബയും കേട്ടിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയ ആയത്തുകൾ വിശദീകരിച്ച് വന്നപ്പോൾ അതിൽ 183 മുതൽ തുടങ്ങി 185 ആയത്തിലെത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ആ മാസം നിങ്ങൾ നോമ്പെടുക്കണമെന്ന് അള്ളാഹു പറഞ്ഞു. നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത്രയും പറഞ്ഞതിന് ശേഷം 3 പോയിന്റ് ഖുർആൻ പറയുന്നുണ്ട്. ഈ റമദാൻ യാത്ര പറയുന്ന സന്ദർഭത്ത് നമ്മളുടെ മനസ്സിൽ കടന്നു വരേണ്ടത് വലിതുക്മിലുൽ ഇദ്ദ, എണ്ണത്തെ നിങ്ങൾ പൂർത്തീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു മാർഗദർശനം തന്നതിന് അവന് തക്ബീർ ചൊല്ലാനാണ്, അവനെ പ്രകീർത്തിക്കാനാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്ന് അല്ലാഹു തആല പറയുന്നു. പ്രിയമുള്ളവരായ, എണ്ണങ്ങളെ പൂർത്തീകരിച്ചിട്ടാണ് പെരുന്നാളിലേക്ക് നമ്മൾ വന്നത്. ആ ആയത്തിനെ നമ്മൾ ശിരസ വഹിച്ചു. ആ 29 ദിനരാത്രങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നോമ്പെടുച്ചു വരാൻ. 2 ഉലമാക്കൾ പറയുന്നുണ്ട്, വലി തുകബ്ബിറുൽ ഇദ്ദ, വീണ്ടും നമ്മളോട് പറഞ്ഞത് വലി തുകബ്ബിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ പ്രകീർത്തിക്കാനാണ്.
അവിടെ പെരുന്നാള് പൂർത്തീകരിച്ച് ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടതു മുതൽ ആ ഈദിന്റെ മുസല്ല വരെയും തക്ബീറുകൾ കൊണ്ട് നിബിഡമായി അള്ളാഹുവിനെ പ്രകീർത്തിച്ച് വീണ്ടും അള്ളാഹ്ക്ക് വേണ്ടി നന്ദി ചെയ്യണമെന്ന് പറയുന്നിടത്ത് ഉലമാക്കൾ ആയത്തിന്റെ തഫ്സീറുകളിലൂടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഖുർആൻ തന്ന റമദാന് തന്ന അള്ളാഹ്ക്കിന് നന്ദി ചെയ്യാനുള്ളത്. ഇവിടെ നിന്നങ്ങോട്ടുള്ള ദിവസങ്ങളെ എങ്ങനെ ധന്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അവിടെയാണ് റബ്ബിനുള്ള നന്ദി എന്നുള്ളതാണ്. റമദാനിന്റെ ദിനരാത്രങ്ങൾ നമ്മൾ നോമ്പുകാരായിരുന്നു. അതിന്റെ രാവുകൾ അള്ളാന്റെ പള്ളിയിൽ നമ്മൾ നമസ്കരിച്ചിരുന്ന ആളുകളാണ്. കാതിനും കണ്ണിനും ഹൃദയത്തിനും നാവിനും അവയവങ്ങൾക്കുമെല്ലാം നോമ്പെടുത്തിരുന്നവരാണ്. ഹറാമുകളോട് വിലക്കേർപ്പെടുത്തിയവരാണ്. ദിക്റുകളെ കൊണ്ട് തത്തിക്കളിച്ച നാവുകളും അവന് വേണ്ടി ആരാധനകളാൽ നിബിഡമായ മനസ്സും ശരീരവും ഇനി ഒരിക്കലും അതൊക്കെ എല്ലാ ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചൊരു സ്വതന്ത്രമായ വിഹായസിലേക്ക് പറക്കാനുള്ളവരാണ് എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. കാരണം ഉലമാക്കൾ നമ്മളോട് പഠിപ്പിച്ചത് വലാ തകുൻ റമളാനിയീൻ, നിങ്ങൾ റമളാനികളാവാൻ പാടില്ല. റമളാനിന്റെ ആളുകളായിട്ട് നിങ്ങൾ മാറാൻ പാടില്ല. മറിച്ച് നിങ്ങളാവേണ്ടത് റബ്ബാനിയീങ്ങളാണ്. അള്ളാഹുവിന്റെ ആളുകളായിട്ട് നമ്മൾ മാറണം. ഈ റമളാനിൽ നമ്മളെ നിരീക്ഷിച്ച റബ്ബ് ഇപ്പോഴും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ റമളാനിൽ നമുക്ക് വേണ്ടി പ്രതിഫലങ്ങളെ തന്ന റബ്ബ് ഇനിയുള്ള ഇവിടെ നിന്നങ്ങോട്ടുള്ള ദിവസവും നമ്മുടെ അമലുകളെ അവൻ സ്വീകരിക്കുന്നവൻ തന്നെയാണ്. റമളാൻ മാറ്റത്തിന്റെ തീരുമാനമെടുക്കാൻ, റമളാൻ കൂടുതൽ പുണ്യങ്ങളെന്ന് വാങ്ങാൻ നമുക്ക് അല്ലാഹു അവസരങ്ങളെ തന്നതാണെങ്കിൽ നമ്മളൊക്കെ എല്ലാ ഖുതുബയിലും നമ്മൾ കേൾക്കുന്ന ഒരു ആയത്തില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി, അല്ലയോ വിശ്വാസികളെ അല്ലാഹനെ സൂക്ഷിക്കേണ്ടെന്ന മുറപ്രകാരം അവനെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്നിട്ടല്ല പറഞ്ഞ വാക്കെന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്ന്. ആ മരണം വരെയും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിങ്ങൾക്ക് ഉറപ്പായ മരണം നിങ്ങൾക്ക് വരുന്നത് വരെ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ആരാധനകൾ ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ട് റമദാനിന്റെ ചൈതന്യങ്ങളെ നിലനിർത്താൻ നമ്മൾ ആലോചിക്കേണ്ടത്, ഏതൊരു ഹറാമുകളോട് വിട പറഞ്ഞിട്ടുണ്ടോ, ഏതൊരു തിന്മകളോട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ, അതൊരിക്കലും ഈ റമദാന് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ റമദാന്റെ മുമ്പ് ആളുകളോട് പറയാം, ഒരു മാസത്തിന് ഇന്നത് വേണ്ട, ഒരു മാസത്തിന് ഇന്നത് വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ റമദാൻ പെരുന്നാളോടുകൂടെ അവസാനിക്കുന്നതല്ല. ആ റബ്ബ് റഖീബാൻ, അവൻ എന്നും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ. അതുകൊണ്ട് അവനെ സൂക്ഷ്മതയോടെ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. പെരുന്നാൾ എന്തിനുമുള്ളൊരു ലൈസൻസ് ആണ്. ഇനി പക്ഷേ ഈദ് നൈറ്റുകൾ, ഈദ് സെലിബ്രേഷനുകൾ ഇന്നത്തെ ജുമുഅ കൂടെ കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൺട്രോളിലൂടെയല്ലാതെ മുന്നോട്ട് പോകാൻ പാടില്ല. എന്തിനേറെ പെരുന്നാളിന് വസ്ത്രങ്ങൾ വാങ്ങുന്നതിൽ വരെ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന ആളുകളെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ഒരു ജുമുഅക്കാണ്, അള്ളാഹുവിന്റെ പള്ളിയിലാണ്. പുരുഷന്മാർക്ക് ആരാധനാ സ്വാതന്ത്ര്യമുള്ളതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്കും ആരാധനാ സ്വാതന്ത്ര്യങ്ങളെ തന്നിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പുരുഷന്മാർക്ക് നിർബന്ധമാണ്, പക്ഷെ സ്ത്രീകൾക്ക് നിർബന്ധമില്ല. അവർക്ക് വന്നാൽ അവർക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. ആരെയും പിടിച്ചു വലിച്ച് പള്ളിയിലേക്ക് വന്നോളണം എന്നൊരു വാശി നമ്മൾ സ്വീകരിക്കാറില്ല. പക്ഷെ ഒരു പെണ്ണ് പോരട്ടെ എന്ന് അനുവാദം ചോദിച്ചാൽ അവളോട് വരണ്ട എന്ന് പറയാൻ, അവളെ തടുക്കാൻ ഒരു പുരുഷൻ അധികാരം ചെലുത്തരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറയുമ്പോഴും, ഇതൊക്കെ ശ്രേഷ്ഠതകൾ പറയുമ്പോഴും മഹദിയായ നമ്മളുടെ ഉമ്മ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്, ലൗ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റആ മാ അഹദസൻ നിസാ, ഇവിടെ സ്ത്രീകൾ പുതുതായി കൊണ്ടുവന്നതിനെ അള്ളാന്റെ പ്രവാചകൻ അറിയുമായിരുന്നെങ്കിൽ ലമനഅഹുന്നൽ മസ്ജിദ, അള്ളാന്റെ പള്ളികളെ തൊട്ടവരെ തടയുമായിരുന്നു. കമാ മുനിഅത് നിസാഉ ബനീഹി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിലെ സ്ത്രീകളെ തടഞ്ഞതുപോലെ അള്ളാന്റെ പ്രവാചകൻ ഇവരെ തടയുമായിരുന്നു എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണുന്നത്, ലൗ അദ്റക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദസൻ നിസാ, ഈ സ്ത്രീകൾ പുതുതായി കൊണ്ടുവന്നത് റസൂലുള്ള അറിയുമായിരുന്നെങ്കിൽ അവരെ തടയുമായിരുന്നു.
എന്താ അവർ കൊണ്ടുവന്നത്? മിനത്തസയ്യുൻ, അലങ്കാരങ്ങളെ സ്വീകരിക്കലാണ്. വതതയ്യിബ്, സുഗന്ധം ഉപയോഗിക്കലാണ്. ഹാല ഖുറൂജഹിന്ന, അവർ പള്ളിയിലേക്ക് പുറപ്പെടുന്ന സന്ദർഭങ്ങളിൽ. പള്ളിയിലേക്ക് വരാൻ അവർക്ക് അനുവാദമുണ്ട്. പക്ഷേ അലങ്കാരം ഉപയോഗിച്ചിട്ടാണ് അള്ളാന്റെ പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ, പുറപ്പെടുന്നതെങ്കിൽ, എങ്ങനെ പുറപ്പെടുന്നതെങ്കിൽ പള്ളിയിൽ നിസ്കാരക്കുപ്പായൊക്കെ കൊണ്ട് നേരത്തെ വെച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തോന്നിയ വസ്ത്രങ്ങൾ സ്വീകരിച്ച് പുറപ്പെടുന്നവരാണെങ്കിൽ അവരാ പുറപ്പെടേണ്ട ആവശ്യമില്ല. ഹാല ഹുറൂജഹിന്ന, അവർ പുറപ്പെടുന്ന സന്ദർഭത്തിൽ പോലും അലങ്കാരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. കോസ്മെറ്റിക്സിന്റെ അത്യാധുനിക വിപണികളുടെ മുന്നിൽ വരുന്ന വസ്തുക്കളെ മുഴുവൻ ധരിച്ചിട്ടാണ് അള്ളാന്റെ പള്ളിയിലേക്ക് പോലും അവർ വരേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ലട്ടോ, വീണ്ടും ഒന്ന് സുഗന്ധം ഉപയോഗിക്കലാണ്. പുരുഷനെ അടിച്ചു വീശുന്ന സുഗന്ധങ്ങൾ ഉപയോഗിക്കാം, എന്നാൽ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാനുള്ള പരിമിതി പറഞ്ഞത് അവരുടെ വിയർപ്പിന്റെ ഗന്ധം തടയുന്ന അത്രമാത്രമല്ലാതെ അതിനപ്പുറത്തേക്കുള്ള സുഗന്ധം ഒരു സ്ത്രീക്ക് ഹറാമാണ് എന്നാണ്. അതുപയോഗിച്ചവർ അള്ളാന്റെ പള്ളിയിലേക്ക് വരേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ തടയുമായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആ പെരുന്നാളിന്റെ ദിവസം പറഞ്ഞ് പള്ളികളെന്ന് വേണ്ട, ഈദിന്റെ മുസല്ലായിലെന്ന് വേണ്ട. സഹോദരിമാരെ, ഇതൊരു വെറുപ്പ് കൊണ്ട് പറയണതല്ല, സ്നേഹം കൊണ്ട് പറയണതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട്, കുട്ടികളോട് എത്രത്തോളം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു എന്നറിയോ? ആർത്തവകാരികളായ സ്ത്രീകളോട് പോലും ഈദിന്റെ മുസല്ലായിലേക്ക് വന്നുകൊള്ളാൻ, അവർ നമസ്കാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ഇമാമിന്റെ ഖുത്ബ ശ്രദ്ധിച്ചു കേൾക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ അനുവാദം കൊടുക്കുമ്പോ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇഹ്ദാനാ ലയകൂന ലഹാ ജിൽബാബ്, ഞങ്ങളിൽ ഒരാൾക്ക് ജിൽബാബില്ല റസൂലേ, ശരീരം ചുറ്റിപ്പൊതിയുന്ന വസ്ത്രമില്ല. അള്ളാന്റെ ഹബീബ് അത് സാരമില്ല എന്നല്ല പറഞ്ഞത്, അവരാ രൂപത്തിൽ വന്നോട്ടെ എന്നല്ല പറഞ്ഞത്. അവളെ നിങ്ങൾ ധരിപ്പിക്കണമെന്നാണ് അവരുടെ സഹോദരിമാര്, മറ്റുള്ളവർ അവൾക്ക് ആ ജിൽബാബ് കൊടുത്തിട്ട് അവരെ പള്ളിയിലേക്ക്, അവരെ മുസല്ലായിലേക്ക്, പെരുന്നാളിന്റെ മൈതാനിയിലേക്ക് കൊണ്ടുവന്നുകൊള്ളാൻ അള്ളാന്റെ പ്രവാചകന്റെ നിർദ്ദേശം. അപ്പൊ എന്തതിന് മനസ്സിലാക്കണ്ടേ? അതില്ലാതെ വരണ്ട എന്നുള്ളതാണ്. ഇതെന്തിനാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറഞ്ഞെന്നറിയോ? ഒരു പക്ഷേ ഖുത്ബ നിങ്ങൾ പുറത്തേക്ക് വിട്ടില്ലേലും പ്രശ്നമില്ല. 50,000 അധികം ആളുകൾ അൽഹംദുലില്ലാ ഒരാഴ്ച നമ്മളുടെ ഖുത്ബ ശ്രവിക്കുന്നവരാണ്. പക്ഷെ ഞാൻ പറഞ്ഞെന്തെന്നറിയോ? വേദന കൊണ്ട് നിങ്ങളോട് പറയാൻ, നമ്മുടെ മുസല്ലയിലെ, നമ്മളുടെ പള്ളിയിലെ, നമ്മളുടെ നമസ്കാരത്തിലെ ആ വസ്ത്രവിധാനം സ്വീകരിക്കാതെ, അതിന്റെ ചിട്ടകൾ പാലിക്കാതെയാണ് നമ്മൾ വരുന്നതെങ്കിൽ, പുതുതായിട്ട് ഒരാൾ വരുമ്പോ അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ആ തെറ്റ് നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറയാം. അവരൊരു പക്ഷെ തിരുത്തിയേക്കാം. പക്ഷെ സ്ഥിരമായി വരുന്നവരെ, ഇതിന്റെ പ്രവർത്തനത്തിലുള്ളവർ ആ തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്, ഇതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല, ഇത് നടമാടിയാൽ കുഴപ്പമില്ല. വരും ഒരു തലമുറയെ നശിപ്പിക്കാൻ നമ്മൾ കാരണമാകരുത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും കാരണമാവരുത്. എത്ര ആളുകളെന്നറിയോ? ഇന്ന് ഞാൻ എരുമപ്പെട്ടിയിലെ കരിയന്നൂരാണ് ഖുത്ബ നടത്തിയത്. നിങ്ങൾക്കറിയോ, താറുകാറിലെ കൊച്ചിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഡ്രൈവ് ചെയ്ത് ഇന്ന് ഖുത്ബ കേൾക്കാൻ കരിയന്നൂര് വന്ന് പെരുന്നാളിന് ആ മനുഷ്യൻ തിരിച്ചുപോയി. അദ്ദേഹത്തിന് ഹിദായത്ത് എന്താണെന്നറിയാത്തപ്പോ അതിന് കാരണമായത് നമ്മളുടെ ഈ ഖുത്ബയാണെങ്കിൽ, ഈ മിമ്പറാണെങ്കിൽ, ഇങ്ങോട്ട് ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ച അദ്ദേഹം, നിങ്ങൾ നോക്കേ, ഒരുപാട് ആളുകൾക്ക് വെളിച്ചം വീശുമ്പോ നമ്മളൊരു തിന്മക്ക് ഇതൊരു ചെറിയ തിന്മയായി കാണാൻ പറ്റൂല. നമ്മളതിന് തുടക്കം വെച്ച് കാലാന്തരങ്ങളും ദിവസങ്ങളും കടന്നു പോകുമ്പോ അതിന് നോർമലൈസ് ചെയ്യപ്പെട്ട് മറ്റൊരു സമൂഹം വഴിതെറ്റാൻ അത് കാരണമാകുന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യണം, നിർത്തലാക്കണം. നമ്മൾ ഒരിക്കലും ഇസ്ലാമിന്റെ വേഷവിധാനമില്ലാതെ അള്ളാന്റെ പള്ളിയിലേക്ക് റസൂലുള്ള വിലക്കിയ രൂപത്തിൽ പള്ളിയിലേക്ക് ഞാൻ വരില്ല, ഒരു മുസല്ലായിലേക്ക് ഞങ്ങൾ വരില്ല. അവിടെ ഇസ്ലാം ഹറാമാക്കിയ ഒരു സീനത്തിനെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തില്ല, ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു സുഗന്ധത്തിനെ ഉപയോഗപ്പെടുത്തില്ല എന്ന് തീരുമാനിക്കണം. പ്രിയമുള്ളവരെ, തീരുമാനിക്കണം. നമ്മള് ഇത് നിങ്ങളോടൊക്കെയുള്ള മഹബത്ത് കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. എന്റെ പറന്ന നാടിനോട് എത്ര ഞാൻ മഹബത്ത് വെക്കുന്നുണ്ടോ
അതിനേക്കാൾ ഉപരി ഒരുപക്ഷെ ജനിച്ചു വളർന്ന ഹിദായത്തിന് കാരണമായ ചങ്ങരംകുളത്തിന്റെ മണ്ണിനോട്, ഈ ഒരു മിമ്പറിനോട് ഒരുപക്ഷെ എനിക്ക് അള്ളാന്റെ കോടതിയിൽ കിട്ടാവുന്ന ചില വലിയ പ്രതിഫലത്തിന്റെ ഒരു കാരണം അള്ളാഹു കബൂൽ ചെയ്ത ഈ മിമ്പറായിരിക്കും എന്ന ബോധ്യം കൊണ്ടാണ് ഒരിക്കലും ഇതിന്റെ ഒരു ബാധ്യതയാണ്, ഒരു ഖതീബ് എന്ന രീതിയിൽ ഉണർത്തേണ്ട ബാധ്യതയാണ് എന്ന് ഗൗരവത്തോടെയാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഹറാമുകൾക്ക് ഒരു ലൈസൻസ് ആയിട്ട് പെരുന്നാളിനെ നമ്മൾ കാണരുത്, ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിനരാത്രങ്ങളെ കാണരുത്. ഇനി പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഇതിന്റെ ചര്യകളെ നമുക്ക് മുറുകെ പിടിക്കാനുള്ളത്? ഉലമാക്കൾ പറഞ്ഞത് 5 ടിപ്സുകളാണ്. 5 ടിപ്സുകളാണ് നമ്മളുടെ ഹൃദയം കളങ്കപ്പെട്ടു പോകാതിരിക്കാൻ. 5 കാര്യങ്ങളെ കൺട്രോൾ ചെയ്തോ ഇൻഷാ അല്ലാഹ് ഈ റമദാനിലെ ചൈതന്യമായി നമുക്ക് മുന്നോട്ട് പോകാം. എന്താ പറയുക? ഒന്നാമതായി പറഞ്ഞത് തിലാവത്തുൽ ഖുർആൻ ബിതദബ്ബുരിൽ മഅനാ, അതിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഖുർആനിന്റെ പാരായണങ്ങളാണ്. ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിന്റെ പാരായണങ്ങൾ ഉണ്ടാവുക. റമദാൻ കഴിഞ്ഞു, ഇനി ഖുർആൻ അറ്റത്ത് വെക്കാനല്ല. 3 രീതിയിൽ ഖുർആന്റെ പാരായണങ്ങൾ വരാം. നോക്കി പാരായണം ചെയ്യാം, അതുപോലെ തന്നെ ഹിഫ്ളുകൾ പാരായണം ചെയ്യാം, ആശയസഹിതം നമുക്ക് പാരായണം ചെയ്യാം. ഈ 3 തിലാവത്തുകളും സമയബന്ധിതമായി ക്രമീകരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. റമദാൻ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഇനി ഖത്തം തീർക്കണ്ടെന്നല്ല, ഓതി തീർക്കണ്ടെന്നല്ല. റമദാനിൽ കിട്ടിയ ആവേശം, ഒരു ദിവസം പോലും ഖുർആനില്ലാത്തൊരു ദിവസം എന്നീന്ന് കടന്നു പോണില്ല. അങ്ങനെ നമ്മൾ തീരുമാനമെടുക്കും, ഒരു ദിവസം പോലും കടന്നു പോണില്ല. പുരുഷന്മാരെ, സ്ത്രീകളൊക്കെ പിന്നെ അള്ളാന്റെ ഖുർആൻ കയ്യിലെടുക്കും. ആണുങ്ങൾക്ക് അതിലൊരു മടിയാണ്. നമ്മളൊക്കെ ഖുർആൻ ഓതുന കണ്ട മക്കൾക്ക് പോലും ഒരുപക്ഷെ അത്ഭുതങ്ങൾ തോന്നിയേക്കാം. ആ മക്കൾക്ക് നമ്മളൊരു മാതൃകയാവണം. ദിവസവും ഖുർആൻ ഓതുന്ന വാപ്പയാണ്, ദിവസവും ഖുർആൻ ഓതുന്ന ഉമ്മയാണ്. ആ മക്കളും ആ വഴിയിലൂടെ വരണം. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാൽ ഖുർആനിനോട് വിട പറയാനില്ല. റമദാനില്ലാത്തപ്പോഴും മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു അശറ ഹസനാ, ഒരു ഹർഫ് അള്ളാന്റെ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുന്നുണ്ടോ 10 നന്മകളുണ്ടെന്നാണ്. ഇനി പ്രിയമുള്ളവരെ, ജീവിതങ്ങളിലൂടെ മാറ്റമുണ്ടാവാൻ ബിതദബ്ബുരിൽ മഅനാ, അതിന്റെ ആശയതലങ്ങളിലൂടെ കടന്നു വന്ന് അള്ളാന്റെ ഖുർആനിന്റെ പാരായണമുണ്ടോ? ഈ റമദാനിന്റെ ചൈതന്യങ്ങള് അവസാനം വരെയും നമ്മളെ നിലനിർത്തിക്കൊണ്ടുപോകുമെന്നാണ്. ഖുർആൻ ഉള്ളിൽ വരുമ്പോ മാറ്റം ഉണ്ടാവും. റസൂലുള്ളാഹിക്കെതിരെ വാളെടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു മാറിയില്ലേ? മക്കളെ കൊന്നുപോയ മക്ക മുശ്രിക്കീങ്ങൾ മാറിയില്ലേ? ജാഹിലിയ്യത്തിന്റെ ആളുകൾ മാറിയില്ലേ? അതുകൊണ്ട് ഖുർആൻ ഉള്ളിൽ ഇറങ്ങി വരുമ്പോ മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് നിലനിർത്തി പോവാൻ ഖുർആന് ബന്ധമില്ലാത്ത ഒരു ദിവസവും എന്റെ മുമ്പിൽ ഇല്ലാന്ന് തീരുമാനിക്കാം, എങ്കിൽ ഈ ചൈതന്യം മുന്നോട്ടുണ്ടാവും. രണ്ടാമത്തെ വിഷയം ഉലമാക്കളെ പഠിപ്പിക്കുകയാണ്. ബത്നുൽ ഖലാ, കാലിയായ വയറുകളാണ്. ഇടക്കിടക്ക് നോമ്പുകളെ കൊണ്ടുവരലാണ്. സുന്നത്ത് നോമ്പ് ജീവിതങ്ങളിലൂടെ കടന്നു വരുന്നുണ്ടോ? ഈ ചൈതന്യം നിലനിൽക്കുന്ന നോമ്പെടുക്കാം. ഇനി 6 ദിവസത്തെ സുന്നത്ത് നോമ്പുണ്ട്, തിങ്കളും വ്യാഴം നോമ്പുണ്ട്. എല്ലാ മാസം 13, 14, 15 2 മാസം നമുക്ക് ഒഴിവ് വരുന്നുള്ളൂ. ഒന്ന് റമദാനിലും ഒന്ന് ദുൽഹജ്ജിലെ പെരുന്നാളിന്റെ നോമ്പ് ഹറാമായ ദിവസം ഒഴികെ ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും 13, 14, 15 കിട്ടുന്നുണ്ട്. ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലിയാൻ. അമലുകൾ അള്ളാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമാണ് തിങ്കളും വ്യാഴവും. അതുപോലെ മുഹറം 9, 10 ഫർള് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പുകളാണ്. അതുപോലെ തന്നെ ശഅബാൻ മാസങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പുകൾ അധികരിപ്പിച്ചിരുന്നു എന്നുള്ള സുന്നത്ത് നോമ്പുകൾ യഥേഷ്ടമായി അധികരിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവുക. അതിൽ ഏറ്റവും പ്രധാനമാണ് 6 നോമ്പ് നമ്മുടെ മുമ്പിൽ കടന്നു വരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സാമ റമദാൻ, ആര് റമദാനിലൂടെ നോമ്പെടുക്കുന്നുവോ, സുമ്മത്തബഅഹു സിത്തം മിൻ ശവ്വാൽ, അതിനോട് തുടർച്ചയായി ശവ്വാലിൽ നിന്ന് 6 ദിവസം നിങ്ങൾ നോമ്പെടുക്കുന്നുണ്ടോ, കാനക സിയാമി ദഹർ, അവൻ ഒരു വർഷം മുഴുവനായി നോമ്പെടുത്തവനെ പോലെയാണ്. ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെ. എങ്ങനെ? റമദാനിലെ നോമ്പ് മുഴുവനാക്കി അതിനോട് തുടർത്തിയിട്ട് ശവ്വാലിലെ 6 നോമ്പുകളെ എടുക്കാൻ കഴിഞ്ഞാൽ, ഉലമാക്കൾ പറഞ്ഞെന്തെന്നറിയോ? റമദാനിലെ നോമ്പിന് എന്ത് പ്രതിഫലമുണ്ടോ? റമദാനിലെ നോമ്പ് ഫർളാണ്, ശവ്വാലിലെ നോമ്പ് സുന്നത്താണ്.
പക്ഷെ റമദാനിലെ നോമ്പിന്റെ പ്രതിഫലമാണ് അല്ലാഹു തആല ഈ ശവ്വാലിലെ 6 നോമ്പിന് നൽകുന്നത്. അഥവാ യഅദിലു സിയാമി സനത്തിൻ ഫർള, ഒരു വർഷത്തിന്റെ ഫർള് നോമ്പിന്റെ പ്രതിഫലങ്ങളാണ്. എങ്ങനെയാ കിട്ടുക? ഇബ്നു മാജ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാ, മൻ സാമ സിത്തത അയ്യാമിൻ ബഅദൽ ഫിത്രി, ആര് ഇന്ന് പെരുന്നാൾ കഴിഞ്ഞ് 6 ദിവസം നോമ്പെടുത്താൽ കാന തമാമിസ്സന, ഒരു വർഷം മുഴുവൻ അവൻ നോമ്പെടുത്തവനെ പോലെയാണ്. മൻ ജാഅ ബിൽ ഹസന ഫലഹു 10 ഹസന, ഒരു നന്മ കൊണ്ടുവന്നാല് അവന് 10 നന്മ കൊണ്ടുവന്നവനെ പോലെയാണ്. അപ്പൊ എങ്ങനെയാണ് റമദാനിലെ 30 നോമ്പിന് ഇൻറ്റു 10? ഇത് മാത്രല്ല കേട്ടോ, വീണ്ടും സൗബാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസില് പറഞ്ഞ കണക്കാ ഞാൻ ഈ പറയണേ. ഒരു നോമ്പിന് 10 നന്മ, അങ്ങനെ റമദാനിലെ 30 നോമ്പിന് 300 പ്രതിഫലം, വീണ്ടും 6 × 10 360 നന്മ. അങ്ങനെയാണ് ഒരു വർഷത്തിന്റെ പ്രതിഫലം അല്ലാഹു തആല ശവ്വാലിലെ 6 നോമ്പിന് അത് സമമാകുന്ന ഫർളിന്റെ പ്രതിഫലങ്ങൾ വരെ നൽകാൻ അല്ലാഹു സന്നദ്ധനാണ്. റമദാനിലെ നോമ്പ് ഒഴിവാക്കിയാൽ അള്ളാന്റെ അദാബ് ഉണ്ടാവും നമുക്ക്. പക്ഷേ ശവ്വാലിലെ നോമ്പ് ഒഴിവാക്കിയ ശിക്ഷ കിട്ടില്ല. എന്തുകൊണ്ടാണ്? സുന്നത്തായത് കൊണ്ടാണ്. പക്ഷെ കൂലി തരുന്നതോ, ഫർളിന്റെ കൂലി തരാൻ അല്ലാഹു സന്നദ്ധനാണ്. അതുകൊണ്ട് 6 നോമ്പുകൾ എടുക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. പക്ഷെ ആളുകളുടെ മനസ്സിലൊക്കെ കൺഫ്യൂഷനാണ്. റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടവര്, രോഗം കൊണ്ടോ മറ്റോ, സ്ത്രീകൾക്ക് നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ട്. അവർ വിചാരിക്കുന്ന എങ്ങനെയാണ് ഞങ്ങൾ ഈ നോമ്പിനെ എടുത്തു വിട്ടാന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത് റമദാനിലെ നോമ്പിനാണ്. അതുകൊണ്ട് നാളെ മുതലുള്ള ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകളെ ആളുകൾ എന്താ പറയാന്നറിയോ? ഫറലിന്റെ നിയ്യത്ത് വെച്ചിട്ട് നോമ്പെടുത്ത 2 കൂലിയും കൂടെ കിട്ടുമെന്ന് എളുപ്പപ്പണി ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മൾ അതിലെ പണ്ഡിതന്മാർ ആ വിഷയത്തിനോട് യോജിക്കണില്ല. ആദ്യം ഫറലിലെ നോമ്പിനെ നമ്മൾ എടുത്തുവിട്ട, എത്ര നോമ്പ് ഖളാ ഉണ്ടോ അത്ര നോമ്പുകൾ എടുത്തുവിട്ട, അത് കഴിഞ്ഞിട്ട് ഇതേ ശവ്വാലിൽ തന്നെ സുന്നത്ത് നോമ്പുകളെയും എടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ അൽഹംദുലില്ലാഹ് നമുക്കൊരു വർഷത്തിന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നാൻ. അപ്പൊ ഖളാ ഉള്ള ആളുകള് എത്രയും പെട്ടെന്ന് ഖളാ വീട്ടി ഈ സുന്നത്ത് നോമ്പിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുള്ളതാണ്. കാരണം ഉലമാക്കൾ പറയാൻ, പെരുന്നാളിന്റെ പിറ്റേ ദിവസം തന്നെ വേണോ? സുമ്മത്ത് ബഅഹു എന്ന വാക്കിനെടുത്തിട്ട് റമദാൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ശവ്വാലിന്റെ സുന്നത്ത് എടുക്കേണ്ടത് എന്ന വാക്കിനെ പിടികൂടിയിട്ട് ഉലമാക്കൾ പറഞ്ഞു, ആദ്യം ഫർളിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അടക്കമുള്ളവർ ഈ ഫത്വകൾ നൽകിയ ആളുകളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമുക്ക് തോന്നും ആദ്യം തന്നെ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് ഇബാദത്തുകളുടെ കാര്യത്തിൽ നമ്മൾ ധൃതി കാണിക്കണം. എത്രയും വേഗം എടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് പ്രതിഫലം. പക്ഷേ ഉലമാക്കൾ പറയുന്നുണ്ട്, മിൻ ശവ്വാൽ എന്നുള്ള പ്രയോഗം എടുത്തുകൊണ്ട് പറയാൻ, ഈ ശവ്വാല് തീരുന്നതിനിടയില് 6 നോമ്പുകളെ നിങ്ങൾ എടുക്കണമെന്നാണ്. അതുവരെ നമുക്ക് സമയങ്ങളുണ്ട്. എത്രത്തോളം ഉലമാക്കൾ പറഞ്ഞു. ഇപ്പൊ നമുക്കൊക്കെ വീട്ടിൽ വരാവുന്ന ചില പ്രതിസന്ധികളുണ്ട്. ഇപ്പൊ ഇന്ന് പെരുന്നാളാണ്, ഇന്ന് വൈകുന്നേരം നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങും, കെട്ടിച്ച മക്കള് വരും. അപ്പോ ഓൾറെഡി ചിലപ്പോ നാളെ കുടുംബ ബന്ധങ്ങളൊക്കെ ചേർക്കലും ആളുകളൊക്കെ വരവും പോക്കും ആവുമ്പോ കുറച്ചാൾക്കാർ നോമ്പുള്ളവര്, കുറച്ചാൾക്കാർ നോമ്പില്ലാത്തവര്, അങ്ങനെ ഒരു വിഷമുണ്ടെങ്കിൽ അവിടെ ഉലമാക്കൾ പറയാൻ, നിങ്ങൾക്ക് ആ കുടുംബ ബന്ധം ചേർക്കാന്നുള്ള രൂപത്തിൽ അടുത്ത ദിവസത്തിലേക്ക് നോമ്പിനെ പിന്തിപ്പിക്കാം. അത് ഹൈറെന്ന് പോലും പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ സാഹചര്യമുള്ള മുഴുവൻ ആളുകളും ധൃതി കാണിക്കുക, പെട്ടെന്ന് എടുക്കാൻ നോക്കുക. ഇല്ലേ, കഴിയണില്ലേ? നമ്മൾ ആലോചിക്കേണ്ടത് ഈ മാസം തീരുന്നതിനിടയിൽ ഇനി തുടർച്ചയായിട്ട് 6 എടുക്കാൻ പറ്റണില്ലേ? ഇടവിട്ട ദിവസങ്ങളിൽ എടുത്താലും വേണ്ടില്ല. പക്ഷേ മിസ്സാക്കരുത്. ഫർളിന്റെ കൂലി തരാൻ അല്ലാഹു സന്നദ്ധനാണ്. അപ്പൊ അതുകൊണ്ട് ധാരാളമായ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കൽ ഈ റമദാനിന്റെ ചൈതന്യങ്ങളെ ഉൾക്കൊള്ളിക്കാം. മൂന്നാമതായി പറയുന്നുണ്ട്, അതിന്റെ രാവുകളിലൂടെ നിന്ന് നമസ്കരിക്കലാണ്. തറാവീഹിന് വന്നില്ലേ, അള്ളാന്റെ പള്ളിയിൽ വന്നില്ലേ, ഇമാമോടുകൂടെ രാത്രി നമസ്കരിച്ചവരാണ് നമ്മള്. അവസാന 10കളിലൂടെ ഖിയാമുൽ ലൈലിലൂടെ സംജാതമായവരാണ്. പ്രിയമുള്ളവരെ, അത് റമദാനോടുകൂടെ അവസാനിക്കുന്നതല്ല. ഇമാം ബുഖാരി അവിടത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം, മാ കാന യസീദു ഫീ റമദാൻ വലാ ഫീ ഗൈരിഹി. റമദാനാണോ അല്ലെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കാറുണ്ട്. ജമാഅത്തിന്റെ അനുവാദങ്ങൾ നമ്മുടെ ജമാഅത്തായി റമദാനിൽ നിസ്കരിച്ച് പഠിച്ചവരല്ലേ?
ഇനി നമ്മൾ നിസ്കരിക്കുക. അത് ആവേശം കൊണ്ട് എണ്ണത്തിൽ ചേഞ്ച് വരുത്താനില്ല. പതിവായി എത്ര ചെയ്യാൻ കഴിയോ? 5 ആണോ 7 ആണോ ഏറ്റവും നല്ലത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 7-ൽ കുറച്ച് നിസ്കരിച്ചിട്ടില്ല എന്നാണ്. 7-ൽ കുറച്ച് അള്ളാന്റെ ഹബീബ് നിസ്കരിക്കാറില്ലായിരുന്നു. നമുക്കിനി പറ്റുന്നത് 3 ആണോ 3-നെ പതിവാക്കുക. 5 ആണോ പതിവായി ചെയ്യുക. 7 ആണോ പതിവായി ചെയ്യുക. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് പതിവായി ചെയ്യുന്നതിനോടാണ്. അഹബ്ബുദ്ദീനി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം ഏതാണെന്നറിയോ? അദ്വമുഹു വഇൻ ഖല്ലാ, എത്ര കുറച്ചാണോ നിങ്ങൾ നിസ്കരിക്കുന്നതെങ്കിൽ പോലും അത് പതിവായി ചെയ്യുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്നാണ്. 3 ആണോ? സൂറത്ത് അഅല, സൂറത്ത് കാഫിറൂൻ, സൂറത്ത് ഇഖ്ലാസ്. ഈ സൂറത്ത് ഓതിയിട്ട് 3 ആണോ നമ്മൾ ചെയ്യണത്? അത് പതിവായി ചെയ്യുക. 7 ചെയ്യാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. 11 ആയാൽ അതിനേക്കാൾ ബെറ്റർ. പക്ഷേ ഇടക്കൊരു 11, ഇടക്കൊരു 7, പിന്നെ കുറച്ച് ശല്യ, പിന്നെ വീണ്ടും ആവേശം കൊണ്ടൊരു 11 തുടങ്ങി, പിന്നൊരു 3, അങ്ങനെ താളം തെറ്റി കളിക്കാതെ പതിവായി ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രാത്രി നിസ്കാരങ്ങൾ ഉണ്ടാവുക. നമ്മുടെ അത്താഴത്തിന് എണീക്കുന്ന സമയങ്ങളില്ലേ, ഇനിയും ആ അലാറം നമ്മൾ മാറ്റരുത്. ആ സമയം എണീറ്റ് ശീലിക്കണം നമ്മൾ. 4-മതായി ഉലമാക്കൾ പറയാണ്, അത്താഴ സമയത്തിലൂടെ റബ്ബിനോട് കേണപേക്ഷിച്ചു പറയാൻ, അള്ളാഹിനോട് ദുആ ചെയ്യാൻ. പ്രിയമുള്ളവരെ, അത്താഴ സമയത്ത് എണീക്കണേ. തഹജ്ജുദായി വിത്തറായി അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ. ഇനിയുമുള്ള ദിവസങ്ങളും അള്ളാഹിനോട് പറയാൻ, യൻസിലു റബ്ബുനാ തബാറക വതആല ഇലസ്സമാഇ ദുനിയാ, അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരികയാണ്. ആരുണ്ടെന്നോട് ചോദിക്കാൻ, അവന് ഞാൻ ഉത്തരം നൽകാം. ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ, അവന് ഞാൻ ഇജാബത്ത് കൊടുക്കാം. ആരുണ്ടെന്നോട് പൊറുക്കലിനെ തേടാൻ, അവന് ഞാൻ പൊറുത്തു തരാമെന്നല്ലാ. അല്ലാഹ് പൊറുത്തു തരാൻ സന്നദ്ധന്. അല്ലാഹ് ഉത്തരം നൽകാൻ തയ്യാറാണ്. നമ്മുടെ അല്ലാഹനെ നമ്മൾ അറിയേണ്ട പ്രിയമുള്ളവരെ. ഏറ്റവും വലിയ 1 അല്ല 2 അല്ല 3 അല്ല, ഏറ്റവും വലിയ 7-ാം ആകാശത്തിന് മുകളില്, അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാഹ്, അവന്റെ അടിമകളിലേക്ക് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരാൻ, ചങ്ങരംകുളത്തിന്റെ, തെങ്ങിലിന്റെ, മാറ്റത്തിന്റെ, ചെറവല്ലൂരിന്റെ, ആലങ്കോടിന്റെ, വളയംകുളത്തിന്റെ പരിസരത്തുള്ള സാധാരണക്കാരെ എന്നോട് പറ, ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് പോയതല്ല, അള്ളാഹ് ഇങ്ങോട്ട് വരാൻ. നമ്മളോട് അത്രയും കാരുണ്യമുള്ള, മൂടിപ്പതച്ച് കിടന്നുറങ്ങുന്നവരെ പറയാൻ, മനസ്സിന്റെ വേദനകൾ പറയാൻ, സങ്കടങ്ങൾ പറയാൻ, ആഖിറത്തിനെ ചോദിക്കാൻ, സ്വർഗം യാചിക്കാൻ. ആ സമയം നിങ്ങൾ എണീക്ക്. ഈ റമദാനിന്റെ ചൈതന്യം ഒരു കാലത്തും നിങ്ങളിൽ നിന്ന് കൈമോശം പോവില്ല. നമ്മൾ കുറച്ച് കഴിയുമ്പോ ദുനിയാവസ്ഥകളായി നമ്മൾ മാറണത്, പെട്ടെന്ന് നമ്മൾ തിരിയണത് ഇതൊക്കെ കൈവിടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത്താഴ സമയങ്ങൾ എണീക്കാൻ, നിസ്കാരം പതിവാക്കാൻ, അള്ളാഹിനോട് ചോദിക്കാൻ. 5-മത്തെ മെഡിസിൻ ഉലമാക്കൾ പറഞ്ഞത്, വമജാലിസത്തു സ്വാലിഹീൻ, നല്ല ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടാ. തറാവീഹിനൊക്കെ വന്ന് പള്ളിയിൽ വന്നിരുന്നവരൻ. ഇനി ഈ സമയം റമദാന് കഴിഞ്ഞാലേ റോഡ് സൈഡിൽ പ്രത്യേക ഷെഡുകൾ, വെയിറ്റിംഗ് ഷെഡുകൾ, അവിടെ പോയിരുന്ന് വർത്താനം പറഞ്ഞ്, സൗഹൃദങ്ങൾ വേണ്ട, ബന്ധങ്ങൾ വേണ്ട, ആരെയും കണ്ട മിണ്ടണ്ടെന്നൊന്നല്ല. പക്ഷെ നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞ് പല കൂട്ടുകെട്ടുള്ള ആളുകളെ നമ്മൾ പലതും വിട്ടിട്ടല്ലേ അള്ളാന്റെ പള്ളിക്ക് വന്നത്, അല്ലേ? അത്തരം നല്ല ആളുകളോട് കൂടെ കൂട്ടുകൂടാ. ആളുകൾ ആരെയാണോ കൂട്ടുകൂടുന്നത് അവരോട് കൂടെയായിരിക്കുമെന്നുള്ളതാണ്. അത് അൽമർഉ മഅ മൻ യുഖാലിൽ, ആരുടെ ചങ്ങാത്തമാണോ സ്വീകരിക്കുന്നത് അവരുടെ കൂടെ എപ്പോഴും നമുക്ക് നല്ല കൂട്ടുകാരുണ്ടാവണം. നമ്മളുടെ മക്കൾ ആരുടെ കൂടെ കൂട്ടുകൂടുന്നോ, ലഹരിയും കഞ്ചാവും നാർക്കോട്ടിക്സിന്റെ വിവിധ മേഖലകളും സിന്തറ്റിക് ലഹരികളും രാസലഹരികളും കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്, ഓരോ ഗ്രൗണ്ടിൽ ഓരോ ഇക്കാക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു വലിയേട്ടുണ്ടാവും, കുറച്ച് തരം മുതിർന്ന ഒരുത്തുണ്ടാവും. ആളായിരിക്കും അവിടുത്തെ ബോസ്. അയാളെടുക്കലാണ് മക്കളൊക്കെ കാര്യങ്ങൾക്കൊക്കെ വലിയ ആളായിട്ട് കാണാൻ. അവർ എന്താണോ ട്രെയിൻ ചെയ്ത് വിടുന്നത്, അവരിന്ന് എന്താണോ ശീലിക്കുന്നത്,
അതൊക്കെ തമാശക്ക് തുടങ്ങുന്ന, കളിക്ക് തുടങ്ങുന്നത് പല അപകടങ്ങളിലേക്കും വരും. നമ്മളുടെ സൗഹാർദ്ദം എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ മക്കളുടെ കൂട്ടുകെട്ട് ആരോടാണോ നമ്മൾ ശ്രദ്ധിക്കണം. ഒറ്റ പോയിന്റ് എനിക്ക് പറയാനുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ അദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ. അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ച് രാവും പകലും അള്ളാഹിനോട് തേടുന്നവരുടെ കൂടെ നിലകൊള്ള. വലാ തഅദു അൻക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിന്റെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർക്ക് കണ്ടുപോകരുത്. അള്ളാഹിനെ ആരാധിക്കുന്ന, അവരെ വഴിപ്പെടുന്ന ആളുകളുടെ കൂടെ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങളിലേക്ക് പോകരുത്. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. നമ്മളുടെ അള്ളാഹ്ന്നുള്ള ബോധമൊന്നുമില്ലാതെ അശ്രദ്ധമായി നടക്കുന്ന ആളുകളെ അവരിലേക്ക് അശ്രദ്ധമായി അത്തരം ആളുകളിലേക്ക് താങ്കൾ ചേക്കരുതെന്ന്, അവരുടെ കൂടെ പോകരുത്. അതുകൊണ്ട് അല്ലാഹ് എന്നുള്ള ബോധമുള്ള ഇബാദത്തുകളല്ല അത്തരം ആളുകളെ സെലക്ട് ചെയ്ത് അൽഹംദുലില്ലാ നമ്മളെന്നെന്താവും, നമ്മളിൽ ഒരു തെറ്റു വരുമ്പോ അതിനെ കറക്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. ഈ ഒരു നന്മ കൂടെ നമ്മളിലുണ്ടോ? അതുപോലെ തന്നെ വത്തബഹവ, ദുനിയാവിന്റെ ഹവകൾക്ക് പിന്നാലെ ജീവിക്കുന്ന ആളുകൾ, അത്തരം ആളുകളുടെ പിന്നാലെയും നമ്മൾ സഞ്ചരിക്കാൻ നിൽക്കരുത് പ്രിയമുള്ളവരെ. അത്തരം ഒരു നല്ല കൂട്ടുകെട്ടിനെ സ്വീകരിച്ച് നല്ല രൂപത്തിൽ ഈമാനിന്റെ ചൈതന്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. صلي وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ടാമത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഒരുപക്ഷെ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ആളുകൾ, നോറ്റ് വീട്ടാൻ കഴിയാത്ത രൂപത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ, ഇസ്ലാം പറഞ്ഞ നോമ്പ് നഷ്ടപ്പെട്ട ഒന്നാമത്തെ പ്രയോറിറ്റി അടുത്ത റമദാന്റെ മുമ്പ് ഈ നോമ്പിന് എന്ത് ചെയ്യണം? എടുത്തു വീട്ടല. പക്ഷെ അതിന് കഴിയാത്തവരുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിത്യരോഗികളായി കഴിയുന്നവർ, ഗർഭധാരണത്തിലുള്ള സ്ത്രീകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനിടയിൽ ഒരു അവസരം അവർക്ക് ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകളോട് പറഞ്ഞത് ഫഫിദിയത്തുൻ തുആമു മിസ്കീൻ, മിസ്കീനിനെ ഫിദിയായി നിങ്ങൾ ഭക്ഷിപ്പിക്കണമെന്നുള്ളതാണ്. ഒരു നേരത്തെ ഭക്ഷണം, ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അത് പ്രിയമുള്ളവരെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരുപാട് പ്രായം വന്ന് പ്രായത്തിന്റെ രോഗത്തിൽ നോമ്പെടുക്കാൻ കഴിയാതെ ലോകത്തോട് വിട പറഞ്ഞൊരു വ്യക്തിത്വമാണ്. ആ സ്വഹാബിയുടെ ഒക്കെ ചര്യ കാണാൻ സാധിക്കും. അത്അമ അനസ് കുല്ല യൗമിൻ ഖുബ്സൻ വലഹ്മ വഅഫ്തറ. അദ്ദേഹം മാംസവും റൊട്ടിയും കൊടുത്തിട്ട് ഓരോ ദിവസം എന്ത് ചെയ്യും? ഓരോരുത്തരും നോമ്പ് തുറപ്പിക്കലാണ് ഒരു നോമ്പിന് ശീലം. അതായത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. അത് നമ്മൾ ഒന്നുകിൽ അങ്ങനെ നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 2 മുദ്ദാണ് ഒരു നോമ്പിന് നമ്മൾ കൊടുക്കേണ്ടത്. 2 മുദ്ദ് എന്ന് പറഞ്ഞാൽ അരസാ. നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്തത് 1 സാ ആണ്. 2.5 കിലോ അരി എന്ന് പറഞ്ഞത് 1 സാ ആണ്. അതിന്റെ പകുതിയാണ് അരസാ 2 മുദ്ദ് എന്ന് പറയണത്. അഥവാ മിനിമം 1.25 കിലോ അരിയെങ്കിലും, വേറൊന്നുമില്ലെങ്കിൽ അതിന്റെ കൂടെ മറ്റു ചേരുവകൾ ചേർക്കാൻ കഴിഞ്ഞാൽ ഖൈർ, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. കാരണം ഒരാൾ 1.25 കിലോ അരി ഒരു നേരം ഭക്ഷണമായി കഴിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നോമ്പിന് പകരം 1.25 കിലോ അരിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരാൾക്ക് കൊടുക്കണം. ഇപ്പൊ ഒരു വീട്ടിലാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ, ഒരു 5 നോമ്പിന്റെ അരി ഒരു വീട്ടിൽ കൊടുക്കുമ്പോൾ നമ്മൾ ആളുകളെ കണക്കൂട്ടുമ്പോൾ നമ്മൾ പറയാം, ആ വീട്ടിലെ കുട്ടികളുണ്ടല്ലോ, കുട്ടികളെ മിസ്കിന്റെ ഗണത്തിലെ മുതിർന്ന ആളുകളുടെ ഗണത്തിൽ പെടുത്താൻ പറ്റുമോ എന്നുള്ളത്. അവിടെയും ഉലമാക്കൾ ആ വിഷയത്തിൽ ഇത്തിഫാഖുൽ അഇമ്മ, 4 മദ്ഹബിന്റെ ഇമാമുകളും ഏകോപിച്ചു വന്ന വിഷയമാണ്. ഭക്ഷണം കഴിക്കാൻ പ്രായമായവരുണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം. 5 വയസ്സായ കുട്ടിയായിക്കോട്ടെ, 4 വയസ്സായ കുട്ടിയായിക്കോട്ടെ, ആ കുട്ടിയെ ഒരാളായി നമുക്ക് പരിഗണിക്കാം. അപ്പൊ അങ്ങനെ ആ അരികളെ നമ്മൾ എന്ത് ചെയ്യണം? കൊടുത്തു വീട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അത് എപ്പോ കൊടുക്കണം എന്നുള്ളൊരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. 1, ജവാസു തഅജീലി മുത്ലഖ, നിരുപാധികം അതിനെ ധൃതി വരുത്താം. എല്ലാ കാര്യത്തിലും ഒരു ധൃതി, പെട്ടെന്ന് ചെയ്യൽ സാവകാശടൽ ശരിയല്ല. പക്ഷേ
ഇവിടെ ധൃതി കാണിക്കൽ അനുവദനീയമാണെന്ന് പറയാനുള്ള കാരണം റമദാൻ ഒന്നിന് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ കൊടുക്കാം. നമുക്ക് നോമ്പ് മുന്നിൽ വരാനിരിക്കുന്നതാണെങ്കിൽ പോലും റമദാൻ ആദ്യത്തിൽ തന്നെ കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇനി നമുക്ക് പിന്തിപ്പിക്കുന്നതിന് കാലം ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അടുത്ത റമദാൻ വരെ പിന്തിപ്പിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഏറ്റവും നല്ലത് റമദാൻ തീരുന്നതിനുള്ളിലോ ഇപ്പൊ റമദാൻ തീർന്നു നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇനി അതിനെ നീട്ടിവെക്കാത്ത രൂപത്തിൽ അതിനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഇനി കാശ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പണമായിട്ട് ആർക്കും എന്ത് ചെയ്യരുത്, കൊടുക്കാൻ പാടില്ല എന്നാ. പക്ഷെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഒരാളുടെ കയ്യിൽ ക്യാഷ് ഏൽപ്പിക്കാം. ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം, അരി വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളെ കാശ് ഏൽപ്പിക്കാം. കിട്ടേണ്ട വ്യക്തിക്ക് കിട്ടേണ്ടത് ഭക്ഷണമായിരിക്കണം, അല്ലെങ്കിൽ അരിയായിരിക്കണം. ക്യാഷ് ആ വീട്ടിലെത്തിക്കുക എന്നുള്ള സിസ്റ്റം ശരിയല്ല. പിന്നെ നമ്മൾ വിൽക്കുന്ന യത്തീംഖാനക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത് അവർക്ക് കൃത്യമായി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ യത്തീംഖാനയിലേക്ക് കൊടുക്കുന്നതും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇനി ചിലർക്കൊരു ഡൗട്ട് ഉണ്ട്, ഇനി വൈകി കഴിഞ്ഞാൽ അത് ഇരട്ടിയാവും. ഒരുപക്ഷെ ഇതൊന്ന് അശ്രദ്ധയിൽ കഴിഞ്ഞ റമദാനിൽ വരെ വിട്ടുകിടക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരട്ടിയാവുക എന്നുള്ളൊരു നിലപാടൊന്നും ഈ വിഷയത്തിലില്ല. എത്രയും വേഗം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ കൊടുത്തു വീട്ടുക എന്നുള്ളതാണ്. ഇനി ഒരാൾക്കിപ്പോൾ നോമ്പെടുക്കാൻ ശാരീരികമായിട്ട് കഴിഞ്ഞില്ല, അരി മേടിച്ചു കൊടുക്കാൻ സാമ്പത്തികമായിട്ടും ശേഷിയില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് കഴിയാത്തത് ഏൽപ്പിച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹു കഴിയാത്തത് ആരുടെ മേലും നിർബന്ധമാക്കിയിട്ടില്ല. അത് അത്രമേൽ എനിക്ക് കഴിയില്ല എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ അതിൽ വിട്ടുവീഴ്ചയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി കുടുംബക്കാരിൽ തന്നെ ഒരുപക്ഷെ എളാപ്പ, മൂത്താപ്പ, അങ്ങനെ കുടുംബക്കാരിലെ പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അവർക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല, അങ്ങനത്തെ കുടുംബക്കാർ, അടുത്ത ബന്ധുക്കള് പാവപ്പെട്ടവരുണ്ടെങ്കിൽ ഏറ്റവും പ്രതിഫലാർഹം, കൂടുതൽ നല്ലത് അവരിലേക്ക് ആദ്യം എത്തിച്ചു കൊടുക്കലാണ്. കാരണം അവർ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അക്കാരിബീങ്ങളാണ്. മാതാമ മഹ്താജിലി, ഒരുപക്ഷെ അത് ആവശ്യമായി പോലും വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവതാണ്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നൽകിയ ഫത്വകൾ വല്ലാഹു അഅലം. അതുകൊണ്ട് ഒറ്റ വിഷയം പറയാനുള്ളൂ, നോമ്പ് വിട്ടുപോയ ആളുകളുണ്ടെങ്കിൽ ഖളാ വീട്ടാനുള്ളവരെ ഇൻഷാ അല്ലാഹ് ഈ മാസം തന്നെ ഖളാ വീട്ടി ശവ്വാലിലെ സുന്നത്ത് നോമ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതല്ല നോറ്റുവീട്ടാൻ കഴിയാത്ത ആളുകൾ ഫറളിലെ നോമ്പിന്റെ ഫിദിയ എത്രയും പെട്ടെന്ന് കൊടുത്തുവിട്ടാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ റമദാനിലെ തഖ്വ നിലനിർത്താൻ, അതിന്റെ ചൈതന്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവാൻ ഏതൊരു ജമാഅത്തിന് നമ്മൾ ധൃതി കാണിച്ചോ അതിൽ നമ്മൾ പുറകോട്ട് പോകരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയാവാലോ, ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും റമദാൻ വരാലോ എന്ന് ചിന്തിക്കുന്നവരോടാണ്. ഈ ധരിച്ച വസ്ത്രത്തിന്റെ ബട്ടൺ നമ്മളുടെ കൈക്കൊണ്ട് ധരിക്കാൻ പറ്റുമോ? നമ്മളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കൈക്കൊണ്ട് അഴിക്കേണ്ടി വരുമോ എന്ന് പറയാൻ സാധ്യമല്ല. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വഴിയിൽ ആംബുലൻസ് എത്തി ആ വീട് മൊത്തം ആളുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു മയ്യത്തിറക്കിയതാ. രാവിലെ ആ വീട്ടിൽ ആരെയും കാണാനില്ല. തിരിച്ച് സുബൈന്റെ മുമ്പ് പള്ളി പോകുമ്പോൾ ആ വീട്ടിൽ അവിടെ ആരെയും കാണാനില്ല. അപ്പോ അന്വേഷിച്ചപ്പോ പറഞ്ഞത് മയ്യത്ത് ആ വീട്ടിൽ കൊണ്ടുപോയി മകളുടെ വീടായത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ വൈകുന്നേരം വേറൊരു മരണം ഉണ്ടായിരുന്നു. ഇന്നലെ നോമ്പ് തുറക്ക് സജീവമായി എല്ലാ കാര്യങ്ങളും ചെയ്ത വെള്ളർക്കാടിൽ ഒരു സ്വദേശി, അദ്ദേഹത്തിന്റെ മയ്യത്ത് ഇന്ന് രാവിലെ, ഇപ്പൊ എല്ലാവരും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ജുമാക്കിടയില് മറവ് ചെയ്തിട്ടാ വന്നേ. സൗദിയിൽ നിന്നൊരു മയ്യത്ത് എത്തിയിട്ടുണ്ട്. അതും ഇന്ന് 10 മണിക്കാണ് മറവ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഒരു 3.5 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പെരുന്നാളിന്റെ ദിനം നടന്ന 4 മരണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നലെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. അറിയില്ല, ഈ ധരിച്ച വസ്ത്രം നമ്മളുടെ കൈക്കൊണ്ട് ധരിച്ചോരാൻ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കൈക്കൊണ്ട് അടിക്കോ? നാളെ ഇതുപോലൊരു സമയം നമ്മളിലൂടെ കടന്നു വരുമ്പോ എത്ര പേർ ജീവനോട് കൂടെ നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഉള്ള സമയത്തിനെ കാത്തുവെക്കാതെ പിന്നീടാവാലോ എന്ന് പറയുന്ന ഒരു അവധാനത വെക്കാതെ മാക്സിമം എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിലൂടെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വാക്കുകൂടെ, ഇന്ന് ഇൻഷാ അല്ലാഹ് ഖുതുബ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സദഖ കിഡ്നി ഡയാലിസിസ് പേഷ്യന്റിന് വേണ്ടിയിട്ടാണ്. അത് ജാതി മതം നോക്കിയിട്ടൊന്നല്ല. നമ്മളുടെ പരിസരങ്ങളിലെ മുഴുവൻ കിഡ്നി രോഗികൾക്കും അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ഒരു ചാരിറ്റി എന്നുള്ള രീതിയിൽ മാറഞ്ചേരിയിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സംരംഭത്തിന് വേണ്ടി, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഒരു സ്വതക്ക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത്തരം മേഖലയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നത് നമ്മൾ ചെയ്യണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്.
തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് ആശംസകൾ നേർന്ന പ്രാർത്ഥനകളെ സ്വീകരിക്കണേ അല്ലാ. റമദാനിന്റെ അമലുകളെ പൂർണ്ണമായി കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരന്മാർ പെരുന്നാളിന്റെ സെലിബ്രേഷനിലേക്ക് ഒരു കുടുംബം മുഴുവൻ മാറുമ്പോൾ സങ്കടത്തിൽ കഴിയുന്ന ഉമ്മമാരെ നഷ്ടപ്പെട്ടവർ, വാപ്പമാരെ നഷ്ടപ്പെട്ടവർ, മക്കള് വിട പറഞ്ഞവർ, കോമ സ്റ്റേജിൽ മക്കള് കഴിയുമ്പോൾ എങ്ങനെ ആഘോഷിക്കുമെന്ന് ചിന്തിക്കുന്നവർ പലരും ഈ കൂട്ടത്തിലുണ്ട് റബ്ബേ. രോഗം കടിച്ചമർത്തി കഴിയുന്നവരുണ്ട് റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. മരണപ്പെട്ടവർക്ക് മഅഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസികൾ ഈ രാജ്യത്തിന് ഒരു മാറ്റമുണ്ടാക്കി തന്നതിൽ പ്രവാസികളുടെ അധ്വാനം വലുതാണ് റബ്ബേ. ഇന്ന് പെരുന്നാളിന്റെ മുസല്ലയിലേക്ക് ഇറങ്ങാൻ കഴിയാതെ പള്ളികളിലൂടെ നമസ്കരിക്കേണ്ടതാ. നമസ്കാരത്തിനിടക്ക് ഡ്രോണുകളുടെ മിസൈലുകളുടെ പൊട്ടലിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നവരുണ്ട് റബ്ബേ. കുടുംബത്തിൽ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. നാട്ടിലേക്ക് മക്കളുടെ കൂടെ വരാൻ ആഗ്രഹിച്ചിട്ട് പോലും കഴിയാതെ പ്രതിസന്ധിയിൽ കുടുങ്ങി നിൽക്കുന്നവരുണ്ടല്ല. അല്ലാഹുവേ, സമാധാനത്തിന്റെ കരങ്ങളെ നീട്ടണേ അല്ലാ. ഏതൊരു വർഗീയ രാജ്യങ്ങളാണോ അറബ് രാജ്യത്തിന്റെ മണ്ണിൽ നാശം വിതക്കാൻ കാരണമായി പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, ജൂത കുതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹുവേ ആ നാടിനെ സംരക്ഷിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في جميع بلادنا وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي عمان وفي السعودي وفي UAE وفي قطر وفي كويت. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.